ഞാൻ ഇന്നൊരു വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഈന്തങ്ങ പൊടിയാണ്. ഈന്തങ്ങയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. ഈന്തങ്ങ ഉണ്ടായി വരുന്നതും അത് വിളഞ്ഞ് പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാൾ തന്ന ഈന്തങ്ങ പൊടിയാണ്. ഇത് 1 കിലോ പൊടി, 1 കിലോ പൊടി കൂടുതലുണ്ട്. ഇത് നല്ല വെയിറ്റുണ്ട് ഇതിന്. അപ്പോൾ ഈന്തങ്ങ വെച്ച് ഇന്ന് ഞാനൊരു പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ഈന്തങ്ങയുടെ കൂടെ ഒരു സ്വല്പം റവയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈന്തങ്ങ പൊടി ഇത് കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റവയും. നമുക്കിത് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇത് കുഴച്ച് പുട്ടുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് റോസ്റ്റഡ് റവയാണ്, അതുകൊണ്ട് വീണ്ടും ഇവിടെ ചൂടാക്കാൻ പോവില്ല. പണ്ട് ആളുകൾ ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകുന്നതാണ്. ഇപ്പം ആരും ഇതൊന്നും ചെയ്യുന്നില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ പുട്ടിന് വേണ്ടി കുഴയ്ക്കും തോറും കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നു. ഉണങ്ങിയിരുന്നതല്ലേ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുതിർന്നു. ഇത് റവയിൽ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാൻ. ഓക്കെ, ഈന്തങ്ങ പൊടിക്കകത്തോട്ട് അത്രയും റവ ഇട്ടിട്ട് റവ കാണുന്നേ ഇല്ല. ഇതിൻ്റെ കളറാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള പുട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. 2 ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് UDF ആണെന്നതാണ് ഏറ്റവും പുതിയ വിവരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDയുടെ ലീഡ് 2 അക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. 11-8